ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഏപ്രിൽ 26 മുതൽ ഏപ്രിൽ 30 വരെയുള്ള കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2023 ഏപ്രിൽ അന്തരിച്ച 5 തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് പ്രകാശ് സിംഗ് ബാദൽ. 2023 ഏപ്രിൽ അന്തരിച്ച 5 തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് പ്രകാശ് സിംഗ് ബാദൽ. പ്രകാശ് സിംഗ് ബാദലാണ് 2023 ഏപ്രിൽ അന്തരിച്ച 5 തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയായ വ്യക്തി. ആദ്യത്തെ ഇന്ത്യൻ ഗ്രാമമായി അംഗീകരിക്കപ്പെട്ട ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് മന ഗ്രാമം. മന ഗ്രാമമാണ് ആദ്യത്തെ ഇന്ത്യൻ ഗ്രാമമായി അംഗീകരിക്കപ്പെട്ട ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് മന ഗ്രാമം. ആദ്യത്തെ ഇന്ത്യൻ ഗ്രാമമായി അംഗീകരിക്കപ്പെട്ട ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് മന ഗ്രാമം. അടുത്തിടെ അന്തരിച്ച അർദ്ധരാത്രിയിലെ കുട്ടി എന്ന് സ്വയം വിശേഷിപ്പിച്ച പാകിസ്ഥാൻ കനേഡിയൻ പത്രപ്രവർത്തകനാണ് താരേഖ് ഫത്താഹ്. അടുത്തിടെ അന്തരിച്ച അർദ്ധരാത്രിയിലെ കുട്ടി എന്ന് സ്വയം വിശേഷിപ്പിച്ച പാകിസ്ഥാൻ കനേഡിയൻ പത്രപ്രവർത്തകനാണ് താരേഖ് ഫത്താഹ്. 2023 ഏപ്രിൽ 7.3 തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടായ രാജ്യമാണ് ഇന്തോനേഷ്യ. 2023 ഏപ്രിൽ 7.3 തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടായ രാജ്യമാണ് ഇന്തോനേഷ്യ. 2023 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയാണ് യുവം. 2023 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോട് അനുബന്ധിച്ച് നടത്തിയ പരിപാടിയാണ് യുവം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പ്രൊജക്ട് നിലയിൽ വരുന്നത് ലേ ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പ്രൊജക്ട് നിലയിൽ വരുന്നത് ലേ ലഡാക്കിലാണ്. 2023 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ മുതിർന്ന നടൻ മാമുക്കോയുടെ അരങ്ങേറ്റ ചിത്രമാണ് അന്യരുടെ ഭൂമി. 2023 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ മുതിർന്ന നടൻ മാമുക്കോയുടെ അരങ്ങേറ്റ ചിത്രമാണ് അന്യരുടെ ഭൂമി. ചിത്രമാണ് മാമുക്കോയുടെ അരങ്ങേറ്റ ചിത്രമാണ്. 64 വർഷങ്ങൾക്കു ശേഷം രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ദലൈലാമ. 64 വർഷങ്ങൾക്ക് ശേഷം രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ദലൈലാമയാണ് 64 വർഷങ്ങൾക്ക് ശേഷം രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ച വ്യക്തി ദലൈലാമയാണ്. 1959 ദലൈലാമയ്ക്ക് രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ചത്. ഇതിന് ശേഷം 64 വർഷങ്ങൾക്ക് ശേഷമാണ് രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ചത് ദലൈലാമക്കാണ്. 37ാമത് ദേശീയ ഗെയിംസ് വേദിയാകുന്ന സംസ്ഥാനമാണ് ഗോവ. 37ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഗോവയാണ്. 37ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനമാണ് ഗോവ. യു എസ് സംസ്ഥാനമായ പെൻസിൽവാനിയയിൽ ഔദ്യോഗികമായി അംഗീകരിച്ച ഇന്ത്യൻ ഉത്സവമാണ് ദീപാവലി. യു എസ് സംസ്ഥാനമായ പെൻസിൽവാനിയയിൽ ഔദ്യോഗികമായി അംഗീകരിച്ച ഇന്ത്യൻ ഉത്സവം ദീപാവലി. യു എസ് സംസ്ഥാനമായ പെൻസിൽവാനിയയിൽ ഔദ്യോഗികമായി അംഗീകരിച്ച ഇന്ത്യൻ ഉത്സവം ഏതാണ്? ദീപാവലി. 2023 ഏപ്രിൽ ആർട്ട് ഓഫ് ലിവിങ്ങുമായി സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് കരാർ ഒപ്പിട്ട ക്യാമ്പയിനാണ് നശാ മുക്ത ഭാരത് അഭിയാൻ. 2023 ഏപ്രിൽ ആർട്ട് ഓഫ് ലിവിങ്ങുമായി സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് കരാർ ഒപ്പിട്ട ക്യാമ്പയിനാണ് നശാ മുക്ത ഭാരത് അഭിയാൻ. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരപിള്ളയാണ്. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? PS ശ്രീധരപിള്ളക്കാണ് എൻ്റെ പ്രിയ കഥകൾ. ഏത് സംസ്ഥാനത്തിൻ്റെ ക്രിക്കറ്റ് ടീമിനെയാണ് ഷെവ്റോൺ ക്രിക്കറ്റ് ടീം എന്ന് വിളിക്കുന്നത്? സിംബാബ്വെയുടെ ക്രിക്കറ്റ് ടീമിനെയാണ് ഷെവ്റോൺ ക്രിക്കറ്റ് ടീം എന്ന് വിളിക്കുന്നത്. സിംബാബ്വെയുടെ ക്രിക്കറ്റ് ടീമിനെയാണ് ഷെവ്റോൺ എന്ന് വിളിക്കുന്നത്. ഏത് ക്രിക്കറ്റ് ടീമിനെയാണ് ഷെവ്റോൺ ക്രിക്കറ്റ് ടീം എന്ന് വിളിക്കുന്നത് വെച്ചാൽ സിംബാബ്വെയുടെ ക്രിക്കറ്റ് ടീമിനെയാണ് ഷെവ്റോൺ എന്ന് വിളിക്കുന്നത്. 2023 ഏപ്രിൽ G20 കീഴിലുള്ള മൂന്നാമത്തെ വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് ഭുവനേശ്വറിലാണ്. 2023 ഏപ്രിൽ G20 കീഴിലുള്ള മൂന്നാമത്തെ വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ഏത് സ്ഥലത്താണ് ആരംഭിച്ചത് വെച്ചാൽ ഭുവനേശ്വറിലാണ് G20 കീഴിലുള്ള മൂന്നാമത്തെ വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത്. ലാറ്റിൻ വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിക്കുന്ന പ്രശസ്ത കൊളംബിയൻ ഗായികയാണ് ഷക്കീര. ലാറ്റിൻ വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിക്കുന്ന പ്രശസ്ത കൊളംബിയൻ ഗായികയാണ് ഷക്കീരയാണ് ലാറ്റിൻ വുമൺ ഓഫ് ദ ഇയർ
അവാർഡ് ലഭിക്കുന്ന പ്രശസ്ത കൊളംബിയൻ ഗായികയാണ് ഷക്കീര. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. പ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ അണ്ടർ വാട്ടർ മെട്രോ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ പദ്ധതി ആരംഭിച്ചത് ആസാമിലാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ആരംഭിച്ചത് ആസാമിലാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ആരംഭിച്ചത് ആസാമിലാണ്. ആസാം. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ധീരതയ്ക്ക് പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വ്യോമസേന വനിതാ കമാൻഡറാണ് ദീപിക മിശ്ര. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ധീരതയ്ക്ക് പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേന വനിതാ കമാൻഡറാണ് ദീപിക മിശ്ര. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ആയ കൊച്ചി വാട്ടർ മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ആയ കൊച്ചി വാട്ടർ മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച ആമസോണിൽ നിന്നുള്ള വനിതയാണ് അലക്സാൻഡ്ര കൊറാപ്പ്. അലക്സാൻഡ്ര കൊറാപ്പാണ് ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച ആമസോണിൽ നിന്നുള്ള വനിതയാണ് അലക്സാൻഡ്ര കൊറാപ്പ്. അലക്സാൻഡ്ര കൊറാപ്പാണ് ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച ആമസോണിൽ നിന്നുള്ള വനിത അലക്സാൻഡ്ര കൊറാപ്പാണ്. 2023 ഏപ്രിൽ ഡൽഹിയിൽ പുറത്തിറക്കിയ മൈ ലൈഫ് ആസ് എ ക്രോമേഡ് എന്ന പുസ്തകം രചിച്ചത് കെ ശൈലജ. 2023 ഏപ്രിൽ ഡൽഹിയിൽ പുറത്തിറക്കിയ മൈ ലൈഫ് ആസ് എ ക്രോമേഡ് എന്ന പുസ്തകം രചിച്ചത് കെ ശൈലജയാണ്. കെ ശൈലജ. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഓപ്പറേഷൻ കാവേരി പിന്തുണയ്ക്കുന്ന സ്വകാര്യ എയർലൈൻസ് ആണ് ഇൻഡിഗോ എയർലൈൻസ്. ഇൻഡിഗോ ആണ് സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഓപ്പറേഷൻ കാവേരി പിന്തുണയ്ക്കുന്ന സ്വകാര്യ എയർലൈൻസ് ആണ് ഇൻഡിഗോ. ഓപ്പറേഷൻ കാവേരിക്ക് പിന്തുണ നൽകുന്ന സ്വകാര്യ എയർലൈൻസ് ഏതാണ്? ഇൻഡിഗോ ആണ്. ഇൻഡിഗോ. 2023 ഏപ്രിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന ആദ്യത്തെ അറബ് ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. 2023 ഏപ്രിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന ആദ്യത്തെ അറബ് ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. സുൽത്താൻ അൽ നയാദി. അന്നപൂർണ കൊടുമുടിയിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പുരുഷനാണ് അർജുൻ വാജ്പേയി. അന്നപൂർണ കൊടുമുടിയിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പുരുഷനാണ് അർജുൻ വാജ്പേയി. അർജുൻ വാജ്പേയിയാണ് അന്നപൂർണ കൊടുമുടിയിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പുരുഷൻ. 2023 ഏപ്രിൽ LICയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് സിദ്ധാർത്ഥ് മൊഹന്തിയാണ്. സിദ്ധാർത്ഥ് മൊഹന്തി. 2023 ഏപ്രിൽ LICയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് സിദ്ധാർത്ഥ് മൊഹന്തി. 2023 ഏപ്രിൽ LICയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് സിദ്ധാർത്ഥ് മൊഹന്തിയാണ്. ദുബായ് ആസ്ഥാനമായുള്ള എയർലൈൻ എമിറേറ്റ്സ് അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ചെക്കിംഗ് അസിസ്റ്റന്റാണ് സാറ. ദുബായ് ആസ്ഥാനമായുള്ള എയർലൈൻ എമിറേറ്റ്സ് അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ചെക്കിംഗ് അസിസ്റ്റന്റാണ് സാറ. ദുബായ് ആസ്ഥാനമായുള്ള എയർലൈൻ എമിറേറ്റ്സ് അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ചെക്കിംഗ് അസിസ്റ്റന്റാണ് സാറ. അമേരിക്കയുടെ ഹ്യൂമൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായ മലയാളിയാണ് ശ്യാം സുന്ദർ. അമേരിക്കയുടെ ഹ്യൂമൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായ മലയാളിയാണ് ശ്യാം സുന്ദർ. അമേരിക്കയുടെ ഹ്യൂമൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായ മലയാളി ശ്യാം സുന്ദറാണ്. ശ്യാം സുന്ദർ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവാണ് ഡിങ് ലിറൻ. ഡിങ് ലിറൻ ചൈനക്കാരനാണ്. ഡിങ് ലിറൻ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് ഡിങ് ലിറൻ ആണ്. ചൈനക്കാരനാണ് ഡിങ് ലിറൻ. വേദി അസ്താനയിലാണ്. വേദി അസ്താന. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി അസ്താന. ജേതാവ് ഡിങ് ലിറൻ ആണ്. ചൈനയിലെ ഡിങ് ലിറൻ ആണ് 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായത്. 2023 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരനാണ് രണജിത് ഗുഹ. 2023 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരനാണ് രണജിത് ഗുഹ. രണജിത് ഗുഹ. 236 ദിവസം ഒറ്റയ്ക്ക് കടലിൽ ചെലവഴിച്ച് ഗോൾഡൻ ഗ്ലോബ് പ്രൈസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. 236 ദിവസം ഒറ്റയ്ക്ക് കടലിൽ ചെലവഴിച്ച്
ഗോൾഡൻ ഗ്ലോബ് പ്രൈസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫെയർ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ആദ്യത്തെ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ഇതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.